ശക്തമാക്കുവാൻ പരസ്പരം കൈകോർക്കുവാൻ നിങ്ങൾക്ക് സ്വന്തം വീട്ടുകാരുണ്ടാവും. അതൊക്കെയും ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ഓൾറെഡി സാധ്യത 14 വയസ്സുണ്ടോ വീട്ടിൽ വന്ന് അറിയാം. ഈ സൈഡിൽ ഇരിക്കുന്ന ആള് നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ആളുടെ തലയ്ക്ക് തൊട്ട് ഗോഡ് 2 ഹലോ 2 3 ഹലോ 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 ഓക്കെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കില്ലയോ? ഗ്രൂപ്പ് ഒന്നും ഇല്ലയോ? ഓക്കെ, പേര് പറ. ഗ്രൂപ്പ് 1. ഗ്രൂപ്പിന്റെ പേര് ഗ്രൂപ്പ് 2. സെന്റ് ഗ്രിഗോറിയോസ്. ഗ്രൂപ്പിന്റെ പേര് തോമസ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഒന്നത്തോട് കേട്ടോ. രണ്ടാമത്തെ വരുന്നത് വഴിയെ ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് വേണം? പരസ്പരം ആലോചിച്ച് ഇതിപ്പോ കുഴവത്തിൽ ചൂടേണ്ട നിൽക്കുന്ന പോലെ ഓരോരുത്തർ നിൽക്കുക. ഇങ്ങനെയല്ല, പരസ്പരം ആലോചിച്ച് ഒരു ആക്ഷൻ ഉണ്ടാവും. കേട്ടോ? റെഡിയാണോ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ഒരു ആക്ഷൻ ഉണ്ടത്. രണ്ടാമത്തെ ഗ്രൂപ്പ് തേടുന്നതിനോ അതിനൊരു ആക്ഷൻ ഉണ്ടത്. മൂന്നാമത്തെ ഗ്രൂപ്പ് കുളിരിനോ. നാലാമത്തെ ഗ്രൂപ്പ് നോക്കുന്നുണ്ട്. ഓക്കെ ആണോ? മറ്റേ ഗ്രൂപ്പ് കണ്ണ് കാണാതെ മൊത്തം അവസാനം വ്യക്തികൾ ചേർന്ന് ഒരുപാട് പ്രവാസി മൈഗ്രേഷന്റെ റേറ്റ് പഠിക്കാൻ അവിടെയൊക്കെ എഡ്യൂക്കേഷൻ നല്ല ചെലവാണ്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളെ നാട്ടിൽ കൊണ്ട് പഠിപ്പിക്കാനും നിർത്തിയുള്ളൂ. അപ്പൊ എല്ലാ മേഖലകളിലും കൺസെപ്റ്റ് ണെന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ സത്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. 2 തരം പ്രവാസികളുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് പഴയകാല ജീവിതത്തിലേക്ക് കടന്നു പോയപ്പോഴാണ് അവർ ജീവിക്കാൻ വേണ്ടി 12 വർഷം ഞാൻ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മെസ്സിംഗ് ഉണ്ട്. പ്രവാസി പഠിക്കണേ തോന്നുന്നത്. അത് മിസ് ചെയ്യുന്നുണ്ട്. എന്താ
പുറത്തു പോകാൻ നമ്മളൊക്കെ വളർത്തുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കുമാരി ടീച്ചറെ കുറിച്ച് ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും എന്നിട്ട് അറിയാം. കുറച്ച് ചിട്ടകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിക്കുട്ടികൾ വന്നതിന് ശേഷം ഇവിടുത്തെ യൂത്ത് നിശ്ചയിപ്പിച്ചിട്ടുള്ളത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിന്റെ ഗുണങ്ങൾ പ്രവാസികളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചർച്ച ഉണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് ആക്ടിവിറ്റീസിൽ എല്ലാവരും സന്തോഷം കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ബേസിക്സ് അറിയാൻ പഠിക്കുക. ആൻഡ് ഫാമിലി മണിക്കുടിയിൽ പാപ്പാന്റെ ഹൗസ്. ശരി, ചെയ്യാത്ത പ്രവാസികളുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ ഈ പ്രവാസം നമ്മൾ ശ്രമിക്കും. ചേട്ടാ ഹായ്, ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് അതിന് ഇൻട്രസ്റ്റ്. എരിവുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ? ഇത് ആരുടെ പറഞ്ഞ കപ്പയാ? എന്റെ സിമിച്ചാറിന്റെ ഞങ്ങൾ ഒന്നിച്ചാണ് കഴിക്കണം. ഇത് ആരുടെ പറമ്പിലെ കപ്പയാ? ഇത് ഇന്നലെ രാത്രി കണ്ട് പറിക്കാൻ പോയതാന്നാണല്ലോ കേട്ടെ. ചേട്ടാ ഞാൻ മോനായെങ്കിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? 10 വർഷം മുമ്പുള്ള പ്രവാസിയാ. കലയല്ലേ